2013 ഓഗസ്റ്റ് 28 കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള പഴയിടം എന്ന ഗ്രാമം അന്ന് ഉണരുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. ഈ കാണുന്ന വീട്ടിൽ താമസിച്ചിരുന്ന ഭാസ്കരൻ നായരും ഭാര്യ തങ്കമ്മയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊലയാളി ഭാസ്കരൻ നായരുടെയും തങ്കമ്മയുടെയും തലയ്ക്ക് നേരെ മൃഗീയമായ ആക്രമണമാണ് നടത്തിയത്. രണ്ടുപേരുടെയും തലയ്ക്ക് ചുറ്റിക കൊണ്ട് മാരകമായ വിധത്തിൽ അടിച്ചു. 57 ഗ്രാം സ്വർണവും വീട്ടിൽ നിന്ന് മോഷണം പോയി. കൊലപാതകത്തിന് ശേഷം മൃതദേഹങ്ങൾക്ക് സമീപം മഞ്ഞൾപ്പൊടി വിതറി. വലിയ ആസൂത്രണം കൊലയ്ക്ക് പിന്നിലുണ്ടെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷണം വിപുലമാക്കി. പ്രദേശവാസികളായ ധാരാളം പേരുടെ വിരലടയാളം എടുത്തു. ബന്ധുക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേരെ ചോദ്യം ചെയ്തു. പക്ഷേ ഒരു തുമ്പുമുണ്ടായില്ല. ഭാസ്കരൻ നായർക്കും തങ്കമ്മയ്ക്കും പ്രത്യേകിച്ച് ശത്രുക്കളാരും തന്നെ ഇല്ലെന്ന് പോലീസ് മനസ്സിലാക്കി. അതിനാൽ തന്നെ അന്വേഷണം അടുത്ത ബന്ധുക്കളിലേക്ക് നീങ്ങി. അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ബന്ധുക്കളിൽ പലരെയും സംശയിച്ചെങ്കിലും തങ്കമ്മയുടെ സഹോദരന്റെ മകൻ അരുൺ ശശിയെ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് സംശയിച്ചിരുന്നില്ല. കാരണം അത്രയ്ക്ക് മികച്ചതായിരുന്നു നാട്ടുകാരുടെയും പോലീസിന്റെ മുന്നിൽ അരുൺ ശശിയുടെ അഭിനയം. വയസ്സായിരുന്നു അരുണിനെന്ന് പ്രായം. BSc കെമിസ്ട്രി ബിരുദധാരി. നാട്ടിലും വീട്ടിലും മിടുക്കൻ. പഠിച്ച കോളേജിലും പ്രത്യേകിച്ച് പേരുദോഷമൊന്നും തന്നെയില്ല. കൊലപാതകം അറിഞ്ഞ് വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകർക്ക് ഭാസ്കരൻ നായരുടെയും തങ്കമ്മയുടെയും ഫോട്ടോ ആൽബത്തിൽ നിന്ന് സംഘടിപ്പിച്ചു നൽകി. മരണാനന്തര ചടങ്ങുകൾ മുന്നിൽ നിന്ന് നടത്തി. പോലീസ് നായ എത്തിയ സമയത്ത് തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറി. സേതുരാമയ്യർ CBIയിലെ ടൈലർ മണിയെപ്പോലെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ നേതൃത്വം നൽകിയതും ഇതേ അരുൺ ശശി തന്നെയായിരുന്നു. മാത്രമല്ല, മരിച്ചവരുടെ മരുമക്കൾക്ക് കേസിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള പ്രചാരണവും അരുൺ ശശി നടത്തി. ഇതിനിടയിലാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. കൊലപാതകം നടന്ന് 21 ദിവസത്തിന് ശേഷം കോട്ടയം ഈസ്റ്റ് പോലീസ് ഒരു മാലമോഷണ കേസിൽ അരുൺ ശശിയെ പിടികൂടുന്നു. കേസുകൾ പരിശോധിക്കുന്നതിനൊപ്പം കൊല നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും അരുണിന്റെ വിരലടയാളവും ഒത്തുനോക്കി. രണ്ടും ഒന്ന് തന്നെ. കൃത്യത്തിന് മുൻപ് ഇയാൾ ഊരിവെച്ച ഭാസ്കരൻ നായരുടെ വീട്ടിലെ ബൾബിലുണ്ടായിരുന്ന വിരലടയാളവും തെളിവായി. ഒടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചു. സത്യങ്ങൾ ഒന്നൊന്നായി പോലീസിനോട് പറഞ്ഞു. അത് അവനെ 10-21 ദിവസം കഴിഞ്ഞാണല്ലോ പിടിച്ചത്. അന്നേരം വന്നപ്പോൾ നാട്ടുകാരെല്ലാം വളഞ്ഞായിരുന്നു. പക്ഷേ പോലീസുകാരൊന്നും അവനെ അങ്ങോട്ട് ആൾക്കാരെ അടുക്കാൻ സമ്മതിച്ചില്ല. ദമ്പതിമാർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് പോയി മടങ്ങി വീട്ടിലെത്തിയപ്പോൾ അരുണും അവിടെ എത്തി. പുതിയ കാർ വാങ്ങാനായി ഭാസ്കരൻ നായരോട് അരുൺ പണം ചോദിച്ചിരുന്നു. എന്നാൽ ഭാസ്കരൻ നായർ പണം നൽകിയില്ല. ഇതോടെ രണ്ടുപേരെയും വകവരുത്താൻ പ്രതി തീരുമാനിച്ചു. അന്നൊക്കെ ഇവൻ നല്ല ഇതായിട്ട് തന്നെ അവരുടെ എല്ലാ കാര്യത്തിലും അവനൊപ്പം നിന്നായിരുന്നു. ബോഡി കൊണ്ടുപോകാനും കൊണ്ടുവന്നപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും. അതുകൊണ്ട് അവനെ ആരും അങ്ങനെ സംശയിച്ചില്ല. കൊലയ്ക്ക് ശേഷം അരുൺ തന്റെ വസ്ത്രങ്ങൾ മണിമലയാറ്റിൽ ഒഴുക്കി. പ്രതിയുടെ വീട് പരിശോധിച്ചപ്പോൾ വാതിലിൽ നിന്ന് രക്തക്കറ കിട്ടി. അത് മരിച്ച ഭാസ്കരൻ നായരുടേതായിരുന്നു. കോടതിയിൽ അത് നിർണായകമായി. പ്രതി സൂക്ഷിച്ചു വെച്ച തന്റെ ബെൽറ്റിലും മരിച്ചയാളുടെ രക്തക്കറ ഉണ്ടായിരുന്നു. മരിച്ച തങ്കമ്മയുടെ ആഭരണം അരുൺ വെച്ചൂച്ചിറയിൽ ധനകാര്യ സ്ഥാപനത്തിലാണ് വിറ്റത്. അമ്മയുടെ ആഭരണം മക്കൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞതും അന്വേഷണത്തെ സഹായിച്ചു. ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. 2023 മാർച്ചിൽ കോടതി പ്രതിക്ക് വധശിക്ഷ നൽകി. ജോസഫ് എന്ന മലയാള ചലച്ചിത്രത്തിലും പഴയിടം കൊലപാതകം ഇതിവൃത്തമായി. പഴയിടം ഇരട്ടക്കൊലപാതകത്തിൽ ആദ്യം ക്രൈം സീനിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഷാഹി കബീറാണ് ജോസഫ് എന്ന ചിത്രത്തിന്റെ തിരക്കഥകൃത്ത്. നായകൻ ജോജു ജോർജിന്റെ ബ്രില്യൻസ് വെളിപ്പെടുത്തുന്നത് ഇതിനു സമാനമായ കൊലപാതകം തെളിയിച്ചുകൊണ്ടാണ്. പഴയിടം ഇരട്ടക്കൊലപാതകം നടന്ന് 12 വർഷം കഴിയുമ്പോഴും ഓർമ്മകൾ ഈ നാടിനെ ഇപ്പോഴും ഭീതിപ്പെടുത്തുകയാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.